കേരളത്തിൽ പകൽ താപനില കൂടുകയും രാത്രി തണുപ്പ് അസാധാരണമായി വർദ്ധിക്കുകയും ചെയ്യുന്നത് രോഗവ്യാപനത്തിന് കാരണമാകുന്നു. പനിയും ജലദോഷവും തൊണ്ടവേദനയും എല്ലാം ബാധിക്കുന്നതോടൊപ്പം ആഴ്ചകളോളം നീളുന്ന ചുമയും ശ്വാസംമുട്ടലും എല്ലാം ബാധിക്കുന്നവരാണ് ഏറെയും. പനി മാറിയാലും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചുമയിൽ വലയുകയാണ് രോഗികൾ. രണ്ടാഴ്ചയിലധികം തുടരുന്ന ചുമയും കഫക്കെട്ടുമായി മെഡിക്കൽ കോളേജിൽ അടക്കം എത്തുന്ന രോഗികളുടെ എണ്ണം ഒരു മാസത്തിനുള്ളിൽ കൂടി വരികയാണെന്ന് ഡോക്ടർമാർ പറയുന്നു. പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനവും കോവിഡിന് ശേഷം വന്ന രോഗാണുക്കളുടെ രൂപമാറ്റവും രോഗവ്യാപനത്തിന് കാരണമാണ്. തൊണ്ടവേദനയും തുടങ്ങി ചുമയിലേക്ക് രോഗം പടരുന്നതും പതിവാണ്. ശരീരത്തെ ബാധിക്കുന്ന വൈറസ് നശിച്ചു പോകാത്തതാണ് ചുമ തുടരാൻ കാരണം. ചുമയും കഫക്കെട്ടും മാത്രമേ ഉള്ളൂ എന്ന് ആശ്വസിച്ച് സ്വയം ചികിത്സ പാടില്ല എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. ചുമ ഏറെ ദിവസം നീണ്ടാൽ ശ്വാസകോശത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഡോക്ടറുടെ സേവനം തേടി ശരിയായ മരുന്ന് കഴിക്കണം. ഡോക്ടർ നിശ്ചയിക്കാതെ ആന്റിബയോട്ടിക് കഴിക്കാനും പാടില്ല. ചുമ മരുന്നുകളുടെ ദുരുപയോഗം ഒഴിവാക്കണമെന്നും രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതിനാൽ പൊതുസ്ഥലങ്ങളിലെ സമ്പർക്കം പരമാവധി ഒഴിവാക്കണമെന്നും മാസ്ക് ഉപയോഗിക്കണമെന്നും ഉപ്പുവെള്ളം കവിൾ കൊള്ളണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു.